വടക്കാഞ്ചേരി വോട്ടുകോഴ വിവാദത്തിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിനു നേരെ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രതിസന്ധി അയയുന്നു. ബിജെപി പിന്തുണയോടെ ജയിച്ച് വൈസ് പ്രസിഡന്റായ കോൺഗ്രസിലെ നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെക്കും. ചൊക്കന, മുപ്രിയം പ്രദേശങ്ങളിലെ റബ്ബർ എസ്റ്റേറ്റുകളിൽ കാട്ടാനകളുടെ എണ്ണം വർദ്ധിച്ചു. നിർഭയമായി ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും കഴിയാതെ വലഞ്ഞ് തോട്ടം തൊഴിലാളികൾ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വടക്കാഞ്ചേരി വോട്ടുകോഴ വിവാദത്തിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിനു നേരെ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. ഇന്നു രാവിലെ 11ഓടെയായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസ് മാർച്ച്. ബ്ലോക്ക് ഓഫീസിന് മുൻപിൽ സംസ്ഥാന പാതയിൽ ബാരിക്കേഡുകൾ ഉയർത്തിയാണ് പോലീസ് മാർച്ച് തടഞ്ഞത്. ഇതോടെ തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ബാരിക്കേഡുകൾ തകർത്ത പ്രവർത്തകർ മുന്നേറാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്നും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഗതാഗതക്കുരുക്കിൽപ്പെട്ട ഇരുചക്രവാഹന യാത്രികരും നിരന്തരം ഹോണടിച്ച് പ്രതിഷേധമുയർത്തി. തുടർന്ന് ബാരിക്കേഡുകൾ പോലീസ് മാറ്റിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ബ്ലോക്ക് ഓഫീസ് ഗേറ്റിനു മുന്നിലേക്ക് പ്രകടനമായി നീങ്ങി. MP വിൻസെന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതിനിടെ വടക്കാഞ്ചേരി കോഴ ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഇന്ന് സമർപ്പിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് തളി ഡിവിഷനിൽ നിന്ന് വിജയിച്ച EU ജാഫറിന്റെ മൊഴി വിജിലൻസ് എടുത്തിരുന്നു. കൈക്കൂലി വാങ്ങിയതായി നിലവിൽ വിജിലൻസിന് തെളിവ് ലഭിച്ചിട്ടില്ല. കേസെടുത്തുള്ള അന്വേഷണത്തിന് നിയമസാധ്യത പരിശോധിച്ച ശേഷമാവും റിപ്പോർട്ട് സമർപ്പിക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 50 ലക്ഷം രൂപ CPIM വാഗ്ദാനം ചെയ്തതായി ജാഫറിന്റെ ഓഡിയോ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ മുൻ MLA അനിൽ അക്കരയാണ് വിജിലൻസിനെ സമീപിച്ചത്. മീഡിയ ടൈം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ കോഴ വിവാദത്തിൽ CPIMന്റെ MP-മാർക്കും MLA-മാർക്കും പങ്കുണ്ടോ എന്ന് കണ്ടെത്തണമെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. വിവാദത്തെക്കുറിച്ച് CPIM ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇവിടെ ഈ ജാഫറിൻ്റെ പിന്നെ വോയിസ് അദ്ദേഹം അതല്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവുമായിട്ടുള്ള ജാഫറിൻ്റെ ഓഡിയോനെ കുറിച്ച് എന്താ പറയാത്തത്? അത് ജാഫറിനെ നിഷേധിച്ചിട്ടുണ്ടോ? ബാബു നിഷേധിച്ചിട്ടുണ്ടോ? CPM നേതാക്കന്മാർ നിഷേധിച്ചിട്ടുണ്ടോ? അബ്ദുൾ ഖാദർ ജില്ലാ സെക്രട്ടറി ഒക്കെ എന്ത് ലാഘവത്തോട് കൂടിയിട്ടാണ് പറയുന്നത്? ഇത്തരം ഒരു സാഹചര്യം വന്നിട്ട് എന്തുകൊണ്ട് CPM നടപടിയെടുക്കുന്നില്ല? അപ്പം അതുകൊണ്ട് പൊതുജന മധ്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നടന്നത് എന്ന് സ്പഷ്ടമാണ്. താഴെ നടന്ന ഒരു കാര്യത്തിൽ ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും പ്രതികരിക്കാതെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻഡിക്കേഷനാണ്. അദ്ദേഹം കൊടുക്കുകയാണ്, ഇന്നെ പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി. അത് പൊതുജനത്തോട് വിളിച്ചു പറയുമ്പോൾ അതേ രീതിയിൽ ആ സെയിം സെന്റൻസ് ആണ് അബ്ദുൾ ഖാദർ പറയണത്, ചാക്കിട്ട് പിടിച്ചിട്ടില്ല. കോൺഗ്രസിനെ വെട്ടിലാക്കിയ മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രതിസന്ധി അയയുന്നു. BJP പിന്തുണയോടെ ജയിച്ച് വൈസ് പ്രസിഡന്റായ കോൺഗ്രസിലെ നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെക്കും. നൂർജഹാൻ അടക്കമുള്ള 8 അംഗങ്ങളെയും നേരത്തെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. കോൺഗ്രസിനെ വെട്ടിലാക്കിയ മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രതിസന്ധി അയയുന്നു. BJP പിന്തുണയോടെ ജയിച്ച് വൈസ് പ്രസിഡന്റായ കോൺഗ്രസിലെ നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെക്കും. നൂർജഹാൻ അടക്കമുള്ള 8 അംഗങ്ങളെയും നേരത്തെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. പാർട്ടി തീരുമാനത്തിന് വഴങ്ങുമെന്ന് കൂറുമാറിയവരുടെ നേതാവ് TM ചന്ദ്രനും വ്യക്തമാക്കി. കൂറുമാറിയവരുമായി റോജി M ജോൺ MLA നടത്തിയ ചർച്ചയിലാണ് പരിഹാരമായത്. പാർട്ടിക്ക് വഴങ്ങാൻ ഇവർ തീരുമാനിച്ചതോടെ പുറത്താക്കിയ എല്ലാവരെയും കോൺഗ്രസ് തിരിച്ചെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തങ്ങളിൽ ഒരാൾ പോലും BJPയിൽ ചേർന്നിട്ടില്ലെന്നും ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണെന്നും വിമതർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ടെസി ജോസ് രാജിവെക്കാൻ സാധ്യതയില്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗങ്ങൾ ഒന്നടങ്കം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPക്കൊപ്പം ചേർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയായിരുന്നു. പഞ്ചായത്തിൽ 10 അംഗങ്ങളുണ്ടായിരുന്ന LDF ഭരണം പിടിക്കാതിരിക്കാനാണ് കോൺഗ്രസ് അംഗങ്ങൾ BJPക്കൊപ്പം ചേർന്നത്. മീഡിയ ടൈം, തൃശൂർ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി UDF കൺവീനർ അടൂർ പ്രകാശ്. പാലക്കാട് നിർണായക തെരഞ്ഞെടുപ്പാണെന്നതിനാൽ ജനപ്രിയ സ്ഥാനാർത്ഥിയുണ്ടാകുമോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി ഉണ്ടായില്ല.
AICC ആണ് ഇത്തരം കാര്യങ്ങൾ അന്തിമമായി തീരുമാനിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. അടൂർ പ്രകാശ് പറഞ്ഞു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത്തരത്തിൽ ഓരോ ആളുകളെക്കുറിച്ചും അവർക്ക് എത്ര സീറ്റിന് അർഹതയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് എത്ര സീറ്റിന് അർഹതയുണ്ട് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒത്തുചേർന്നിരുന്നു കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആവശ്യം എന്തായാലും പരിഗണിക്കും. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ നിങ്ങളെങ്ങനെ പറയുന്നുവെങ്കിലും ലീഗ് ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള നിലയിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കും. അതിൻ്റെ തീരുമാനങ്ങൾ ഏത് തരത്തിൽ വരും എന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. ഒരു കാര്യമുള്ളത്, ഇത്തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധ എടുത്തൊരു മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് നിലവിലെ MLA ബന്ധപ്പെട്ട് കോൺഗ്രസ് നടപടിയെടുത്ത് അടക്കം മാറ്റിയെടുത്ത സാഹചര്യമാണ്. അപ്പോൾ അവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം തരുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി ഉണ്ടാവുമോ? എങ്ങനെയാണതിന്? ഇല്ല, അത് ഞങ്ങളുടെ സീറ്റ് നിർണയ ചർച്ചകൾ മറ്റൊന്നും ഇതുവരെയും ഞങ്ങൾ നടത്തിയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. അത്തരം കാര്യങ്ങൾ വരുന്ന അവസരത്തിൽ ഞങ്ങൾ ആ കാര്യങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നു. പാലക്കാട് മറ്റൊരു MLA ഉണ്ടാവും, അതായത് രാഹുൽ ഇനിയും വീണ്ടും സ്ഥാനം മത്സരിക്കില്ല. അല്ല, അത്തരം കാര്യങ്ങൾ ഞാനിപ്പോൾ തൽക്കാലം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ അത് കൂട്ടായി ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് ആ കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളും. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ചൊക്കന, മുപ്പിളി പ്രദേശങ്ങളിലെ റബ്ബർ എസ്റ്റേറ്റുകളിൽ കാട്ടാന വർദ്ധിച്ചു. നിർഭയമായി ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും കഴിയാതെ വലയുകയാണ് തോട്ടം തൊഴിലാളികൾ. തലനാരിഴയ്ക്കാണ് പലപ്പോഴും തൊഴിലാളികൾ ആനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. മറ്റത്തൂർ വരന്തരപ്പിള്ളി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ഹാരിസൺ മലയാളം പ്ലാന്റേഷനു കീഴിലെ റബ്ബർ തോട്ടങ്ങളിൽ തൊഴിലാളികൾക്കാണ് വന്യജീവികളെ ഭയന്ന് പണിയെടുക്കേണ്ട അവസ്ഥയുള്ളത്. പാടികളിൽ താമസിക്കുന്നവരും വെള്ളിക്കുളങ്ങര, കോടാലി, ഇഞ്ചക്കുണ്ട്, മുരിക്കുങ്ങൽ, പത്തുകുളങ്ങര, നായാട്ടുകുണ്ട് എന്നിവിടങ്ങളിൽ നിന്ന് എത്തുന്നവരുമായ തൊഴിലാളികൾ പുലർച്ചെ 5 മണിയോടെയാണ് ടാപ്പിങ്ങിനായി എസ്റ്റേറ്റിലെത്തുന്നത്. റോഡിൽ പലയിടത്തും വഴിവിളക്കുകളില്ലാത്തതും ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന കനത്ത മൂടൽ മഞ്ഞും കാരണം കാട്ടാനകൾ തൊട്ടു മുന്നിൽ നിന്നാൽ പോലും കാണാനാവാത്ത അവസ്ഥയാണ്. റോഡിൽ നിൽക്കുന്ന കാട്ടാനകൾക്ക് മുന്നിൽ നിന്ന് ബൈക്കുപേക്ഷിച്ച് തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുന്നത് ഈ മേഖലയിലെ പതിവ് സംഭവങ്ങളാണ്. തലനാരിഴയ്ക്കാണ് പലപ്പോഴും തൊഴിലാളികൾ ആനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. കുണ്ടായി എസ്റ്റേറ്റിലെ തൊഴിലാളിയായ ഷുഹൈബ് വ്യാഴാഴ്ച രാവിലെ ഇത്തരത്തിൽ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടിരുന്നു. ബൈക്കുപേക്ഷിച്ച് ഓടിയ തന്നെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിക്കാൻ ആന പലതവണ ശ്രമിച്ചതായി രക്ഷപ്പെട്ട ഷുഹൈബ് പറഞ്ഞു. മീഡിയ ടൈം, വരന്തരപ്പിള്ളി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. എടവിലെങ്കിൽ വീണ്ടും വീടിനു നേരെ ആക്രമണം. ഉഴുന്നുകാട്ടിൽ പോളിന്റെ വീടിനു നേരെയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ആക്രമണം ഉണ്ടായത്. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. പോളും ഭാര്യയും മറ്റൊരു മുറിയിലായിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകനായ പുത്തൻകാട്ടിൽ പ്രതാപിന്റെ വീടിനും നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. പോലീസിന് ഇതുവരെയും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. ഇതിനിടയിലാണ് വീണ്ടും ആക്രമണം ഉണ്ടായത്. കുഴൂർ ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് ആറാട്ടോടെ സമാപനം. അവസാന ദിവസം ആറാട്ട് നടന്നു. രാവിലെ കൊടിയിറക്കത്തിന് ശേഷം ആറാട്ടിനെടുത്ത് തിരിച്ചെഴുന്നള്ളത്ത്, തിരുവാതിര സദ്യ എന്നിവ നടന്നു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. അന്നമനട കീഴൂർ ദീപം വയോജന സമിതിയുടെ വാർഷിക പൊതുയോഗവും പുതുവത്സരാഘോഷവും നടന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ML ബാബു, ജീന ബേബി, സൗമ്യ, ജോജി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സമിതി പ്രസിഡന്റ് TN പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഡേവിസ്, PO വർഗീസ്, VV ജോണി, 19 വാർഡ് മെമ്പർ CK ഷിജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവിനെ ചടങ്ങിൽ ആദരിച്ചു. വീട്ടിൽ അതിക്രമിച്ച് കയറി യുവതിയെ ആക്രമിച്ച കേസിൽ കൊലപാതക കേസടക്കം നിരവധി കേസുകളിലെ പ്രതിയായ വസന്തനടക്കം 3 പ്രതികൾ അറസ്റ്റിൽ.
താഴേക്കാട് കൊമ്പിടി പുല്ലൂർ വീട്ടിൽ അനിൽകുമാർ, താഴേക്കാട് കൊമ്പിടി പുത്തൂർ വീട്ടിൽ വസന്തൻ, പുത്തഞ്ചിറ പടുത്തുരുത്തി വീട്ടിൽ വിമോജ് എന്നിവരാണ് പിടിയിലായത്. കൊച്ചനല്ലൂർ തുമ്പൂരിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന യുവതിയെ വീട്ടിൽ അതിക്രമിച്ച് കയറി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. 2026 ജനുവരി 1 ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി മോൻ ബി, സബ് ഇൻസ്പെക്ടർ KT ബെന്നി, GSI മിനിമോൾ, CPOമാരായ സിനേഷ്, ആഷിഖ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 2026 ജനുവരി 14 മുതൽ 18 വരെ ആഘോഷിക്കുന്ന താലപ്പൊലി പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു. ക്ഷേത്രത്തിന്റെ തെക്കേ കിഴക്കേ നടയിൽ കുന്നത്ത് പരമേശ്വരൻ ഉണ്ണി അടികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളോടും നാദസ്വരത്തിന്റെ അകമ്പടിയോടും കൂടി 9 ഗജവീരന്മാർ അണിനിരക്കുന്ന ആനപ്പന്തലിന്റെ കാൽനാട്ടി. ചടങ്ങിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവഞ്ചുക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം മാനേജർ K വിനോദ്, കോവിലകം പ്രതിനിധി സുരേന്ദ്രവർമ്മ, ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. മുരിങ്ങൂർ ശ്രീ രാമേശ്വര മഹാദേവ ക്ഷേത്രത്തിലെ തിരുമുറ്റം കരിങ്കൽ വിരിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി ജയലാൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. നവീകരണ ജോലികൾ പൂർത്തിയാവുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രധാന ദേവന്റെയും ഉപദേവതയായ ഭഗവതിയുടെയും തിരുമുറ്റം കരിങ്കൽ വിരിച്ച് മനോഹരമാക്കുന്നത്. കുന്നംകുളം സ്വദേശി വിനോജാണ് ക്ഷേത്രങ്ങളുടെ തിരുമുറ്റം കരിങ്കൽ വിരിക്കുവാൻ വേണ്ട സഹായം നൽകുന്നത്. കല്ലൂർ ആലങ്ങാട് വൻ കഞ്ചാവ് വേട്ട. 7.200 കിലോ കഞ്ചാവ് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിൽ പാലിയേക്കര ടോൾ പ്ലാസയിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 4 പൊതികളിലായി ചാക്കിൽ സൂക്ഷിച്ച 7.200 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത്. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കേസിലെ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്കായി എക്സൈസ് സംഘം അന്വേഷണം ശക്തമാക്കി. പുരോഗമന കലാസാഹിത്യ സംഘം മാള മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതേതരത്വം ജനാധിപത്യം എന്ന വിഷയത്തിൽ സെമിനാറും MC പോൾ രചിച്ച ലേഖന സമാഹാരം ആസ്വാദനം അതിജീവനം എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനവും നടത്തി. മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആശയലോകത്തു നിന്ന് പ്രായോഗിക ലോകത്തു നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. അതിനെ തിരികെ പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ചർച്ച ഇവിടെ നടക്കുന്നത്. ഈ ചർച്ച സമൂഹത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കണം എന്നാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാറ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഈ 2 വാക്കുകളിൽ നിന്നാണ് വാക്കുള്ളത്, അല്ലെങ്കിൽ ഈ 2 വാക്കുകളിലൂടെയാണ് ഇന്ത്യ എന്നത് ശക്തമായത്. പക്ഷെ ആ വാക്കുകൾ നഷ്ടപ്പെടുന്ന, ആശയം നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാൻ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അണിനിരക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് അവസ്ഥ. മേഖലാ സെക്രട്ടറി ഷീബ ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. T ശശിധരൻ, TK സതീശൻ, PK മോഹനൻ, C രാവുണ്ണി, VU സുരേന്ദ്രൻ, ED ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി നഗരസഭാ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസ് ക്ലബ് അംഗവും മംഗളം പത്രത്തിലെ റിപ്പോർട്ടറുമായ VJ ജോജിക്ക് പ്രസ് ക്ലബിൽ സ്വീകരണം നൽകി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MG ബാബു അധ്യക്ഷനായി. സെക്രട്ടറി II അബ്ദുൾ മജീദ്, ട്രഷറർ K വിജയൻ, സെയ്ദ് മുഹമ്മദ്, ജോഷി പടയാട്ടി, PK ശങ്കർദാസ്, ജെക്സ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി വോട്ടുകോഴ വിവാദത്തിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിനു നേരെ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രതിസന്ധി അയയുന്നു. BJP പിന്തുണയോടെ ജയിച്ച് വൈസ് പ്രസിഡന്റായ കോൺഗ്രസിലെ നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെക്കും. ചൊക്കന, മുപ്രിയം പ്രദേശങ്ങളിലെ റബ്ബർ എസ്റ്റേറ്റുകളിൽ കാട്ടാനകളുടെ എണ്ണം വർദ്ധിച്ചു. നിർഭയമായി ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും കഴിയാതെ വലഞ്ഞ് തോട്ടം തൊഴിലാളികൾ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.